സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടൊരു സൂപ്പാണ്. ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മുരിങ്ങയില കൊണ്ട് സൂപ്പാണ് ഉണ്ടാക്കാം അല്ലേ. 2 കപ്പ് മുരിങ്ങയില വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 12 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക. ചെറിയ ഉള്ളി 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. 2 മീഡിയം തക്കാളി വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അടുപ്പ് കത്തിച്ച് ചെറിയൊരു പാൻ വെക്കുക. പാൻ ചൂടായാൽ 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കുമിൻ സീഡ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. 2-3 സെക്കൻഡ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറായി തീരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ല പോലെ ഉടയുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ആഡ് ചെയ്യാം. 2-3 സെക്കൻഡ് ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കുക. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. നമ്മുടെ മുരിങ്ങയില സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഒരുപാട് വൈറ്റമിൻസും കാൽസ്യം, ഇരുമ്പും എന്നിവ അടങ്ങിയിട്ടുള്ള മുരിങ്ങയുടെ സൂപ്പ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഈ സൂപ്പ് രക്തക്കുറവ് പരിഹരിക്കാനും അതേപോലെ തന്നെ രക്താതിമർദ്ദം കുറക്കാനൊക്കെ വളരെ നല്ലതാണ്. ഈ സൂപ്പ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലത്തെ കിടുക്കാച്ച് റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കണ്ടുമുട്ടാം. So, it's me Tahir, Spezia Diary, signing off. Bye.